Hello everyone and welcome to Mehars kitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫിഷ് കറി റെസിപ്പി നോക്കിയാലോ. ഒരു വ്യത്യസ്തമായ ഒരു ഫിഷ് കറി, മാംഗ്ലോറിയൻ ഫിഷ് കറിൻ്റെ റെസിപ്പി. അപ്പോൾ മമ്മിനോട് ചോദിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അടിപൊളി മീൻ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൽ ആവോലി എടുത്തിട്ടുണ്ട്. കറുത്ത ആവോലി, ഇത് 1/2 കിലോ ആണ്. 1/2 കിലോ ആവോലി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. 3/4 കപ്പ് തേങ്ങ, പിന്നെ ഒരു 5-8 വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 10 എണ്ണം എടുക്കണം, 8-10 എണ്ണം എടുത്താൽ മതി. പിന്നെ ഒരു സവാള ഇങ്ങനെ റഫിൽ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് തേങ്ങാപ്പാൽ, പിന്നെ 1/2 കപ്പ് പുളിവെള്ളമാണ്. പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തൂമിക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചുവന്ന മുളകാണ്. ഇത് നോർമൽ എരിവുള്ള ചുവന്ന മുളകാണ്, 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല കളറിന് വേണ്ടിയിട്ട് ഒരു 10 പിരിയൻ മുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് പച്ചമല്ലിയാണിത്, മല്ലി. പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 20 ഉലുവ, പിന്നെ 1/4 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു നുള്ള് അരിമോദകം, പിന്നെ ഒരു 10 പെപ്പർ കോൺസ്, കുരുമുളക്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ചെറിയ തീയിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് ഒരു 5 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടിത് വറുത്തെടുക്കാം. ഇതിന് നല്ലൊരു മണം വരുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ടാണ് അത് വറുത്തെടുത്തത്. പിന്നെ ഇതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല, നല്ലൊരു മണം വരുന്നവരെ മാത്രം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായ ഇതിലേക്ക് ചുവന്ന മുളക് എന്നെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റോളം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ 2 മിനിറ്റോളം മുളക് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തത്. ഇത് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. ഇനി ഒരു മിക്സർ ജാർ എടുത്തത് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചുവന്ന മുളകും വറുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞളും ഉപ്പും. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, സവാള ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടിത് സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഇത് അരച്ച് കഴിഞ്ഞു. ഇങ്ങനെ സ്മൂത്തായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ലംസ് ഒന്നും പാടില്ല, അങ്ങനെ സ്മൂത്ത് മിക്സറായിട്ട് അരച്ചെടുക്കണം. ഇനി ഏത് പാത്രത്തിലാണ് കറി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ മിക്സ് അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിലുണ്ടായിരുന്ന മിക്സർ ജാറിലുള്ളതെല്ലാം വെള്ളം ഇട്ടിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഉപ്പ് പാകമാക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേ വെള്ളം ഒഴിക്കുന്ന ആവശ്യമില്ല, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. ഇനി ഗ്യാസ് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മസാലകളുടെയും പുളിയുടെയും ഒക്കെ പച്ച ചുവ മാറുന്നവരെ നമുക്കിത് 10 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഈ കറി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടുത്തുള്ള മീനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇത് മീനൊക്കെ നന്നായിട്ട് കറിയിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ കറി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആക്കിക്കൊണ്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ശരിയാക്കിയെടുക്കാം. നന്നായിട്ട് ഇത് തിളച്ചതിന് ശേഷം സിമ്മിലാക്കിയിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. മീനൊക്കെ അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ 5-6 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് നന്നായിട്ട് മീൻ വേവിച്ചെടുക്കാം. അങ്ങനെ അതാ സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ കറി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ കറി താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കിയെടുക്കാം. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങിയാൽ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സവാള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ല അടിപൊളി മാംഗ്ലോറിയൻ ഫിഷ് കറി ഇവിടെ തയ്യാറാണ്. വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എന്നിട്ട് എൻജോയ് ചെയ്യാം. നമ്മൾ അടിപൊളി മാംഗ്ലോറിയൻ ടൈപ്പ് ഫിഷ് കറി റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരു ഡിഫറെൻറ്റ് കറിയാണ്. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന കറി തിന്ന് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇതുണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ചോറിലൊക്കെ കുഴച്ചിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.